ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അമ്പിളി ഇങ്ങനെ വല്ലാത്തൊരു നിലയിൽ തന്നെ ഇരിക്കാൻ കേട്ടോ. അപ്പോഴാണ് രഘു കയറി വരുന്നത്. അമ്പിളി എന്ന് ചോദിച്ചോടെ തന്നെ, അമ്പിളി എന്താ രഘു കേട്ടാ, അതെ ഇനി നിന്റെ തീരുമാനം എന്താ എന്ന് പറഞ്ഞുടനെ പറയാണ്, നിന്റെ ദേഷ്യമൊക്കെ അടങ്ങിയോ? എനിക്കിപ്പോൾ ആരോടും ദേഷ്യമൊന്നുമില്ല, എനിക്കിപ്പോൾ ആരോടും വെറുപ്പില്ല എന്നൊക്കെ പറയുമ്പോൾ, എന്താ അമ്പിളി നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? അല്ല രഘു കേട്ടാ, ഇനി മുന്നോട്ടുള്ള കാര്യങ്ങൾ നീക്കണം. മുന്നോട്ടെന്ന് പറയുന്നത് സച്ചിദാറിന്റെ കമ്പനിയിലോട്ട് പണിക്ക് പോണ്ടേ? അത് അയാളുടെ കാല് പിടിക്കുന്നത് പോലെ ചോദിച്ചു വാങ്ങിയ പണിയല്ലേ, അല്ലാതെ അയാൾ ഇഷ്ടത്തിനനുസരിച്ച് തന്നതല്ലല്ലോ. അതുകൊണ്ട് ഞാനൊരു കാര്യം പറയാം, അവനവന് അറിയുന്ന തൊഴിലങ്ങ് ചെയ്യാന്ന് പറയട്ടോ. ഇത് കേൾക്കുന്ന അമ്പിളി, രഘു എന്താ നീ ഉദ്ദേശിക്കുന്നത്? അതെ, ഇവിടെ ഇരിക്കുന്ന തയ്യൽ മെഷീൻ അത് എൻ്റേതാണ്, അത് എൻ്റേത് മാത്രം. അതുകൊണ്ട് തന്നെ ആ തയ്യൽ മെഷീൻ എനിക്ക് തയ്ക്കാനൊക്കെ എന്നറിയാം. അടുക്കളയിലെ പണിയൊക്കെ കഴിച്ച് പെട്ടെന്ന് അതിലോട്ട് തയ്ക്കാനിരിക്കണം. പിന്നീടുള്ളത് രഘുവേട്ടന് സ്വന്തമായി ഒരു കാറും ഉണ്ട്. ആ കാറ് വെച്ച് രഘുവേട്ടൻ ഇനി ഓട്ടത്തിന് ഇറങ്ങണം. എന്താ അമ്പിളി നീ പറയുന്നത്? പെട്ടെന്നൊക്കെ ഓട്ടത്തിന് ഇറങ്ങുക എന്ന് പറയുന്നത് പഴയതുപോലെ ഒന്നും കിട്ടില്ല. ഇപ്പൊ എല്ലാവരും ഓൺലൈൻ ടാക്സി അല്ലേ രഘുവേട്ടാ? ഓൺലൈൻ ടാക്സിക്ക് എങ്ങനെയാണ് പോകുന്നതെന്ന് അറിയില്ല, രജിസ്ട്രേഷൻ ചെയ്യണം. എന്നിട്ട് രഘുവേട്ടന് ഓൺലൈൻ ടാക്സിക്ക് ഓടണം. എന്നിട്ട് അവനവൻ അറിയുന്ന ജോലി വെച്ച് അവനവനെ മുന്നോട്ട് നീങ്ങാൻ നോക്കണം എന്നൊക്കെ ഇങ്ങനെ പറയാനായിട്ടാ. അപ്പൊ അത് കേൾക്കുന്ന രഘുവിന് ഇവളുടെ ബുദ്ധിക്ക് നല്ല മാറ്റമാണല്ലോ എന്ന് വന്നത് എന്ന് പറയുന്നുണ്ട്. നീ പുനർജന്മാണെങ്കിലും നിനക്ക് നല്ല മാറ്റം ഉണ്ടായിട്ടുണ്ടല്ലോ എന്ന് അമ്പിളി പറയാൻ കേട്ടോ. പിന്നീടാണെങ്കിലോ നേരെ പോകുന്നത് മാഷിന്റെ അരികിലോട്ടാണ്. മാഷിന്റെ അടുത്ത് പോട്ടെ, അമ്മാവൻ ആ ടെൻഷനിലാണ്, ഞാനൊന്ന് സമാധാനിപ്പിക്കട്ടെ എന്ന് പറഞ്ഞ് ചെല്ലാണ്. ഈ സമയം മാഷാണെങ്കിൽ ആകെ തളർന്ന് കിടക്കുന്നുണ്ട്. അതേസമയം മാഷ് എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ്, അമ്മാവ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ ഉറങ്ങിയോ എന്നൊക്കെ ചോദിക്കുകയാണ് രഘു. ഉടൻ തന്നെ ഇല്ല മോനെ എന്താ എന്ന് ചോദിക്കുമ്പോൾ, അമ്മാവൻ എന്തെങ്കിലും കഴിച്ചോ? കുറച്ച് കഴിച്ചു എന്ന് പറയണ്ട. എന്തായാലും അമ്പിളിയുടെ വിശേഷം എന്താ, അവൾക്ക് എങ്ങനെയുണ്ട്, അവളുടെ കലിയൊക്കെ അടങ്ങിയോ എന്ന് ചോദിക്കുമ്പോൾ തീർച്ചയായും അമ്പിളിയുടെ കലി അടങ്ങിയിരിക്കുന്നു, അമ്പിളിക്ക് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, അവള് പുനർജന്മത്തിലൂടെയാണ് വന്നിരിക്കുന്നത് എന്നൊക്കെയാണ് പറയുമ്പോൾ, മോനെ നീ ഇനി അവൾക്ക് വേണ്ടി ജീവിക്കണം. അമ്മാവൻ അമ്മാവൻ, ഞാൻ ഞാൻ, നീ അല്ലാതെ ഇനി നീ അമ്മാവൻ എന്ന കണ്ണിലൂടെ കാണാതെ എൻ്റെ മകളുടെ ഭർത്താവ് എന്ന കണ്ണിലൂടെ ആയിരിക്കും ഞാൻ കാണാം. എൻ്റെ മകളെ നോക്കുന്ന ഒരു ഭർത്താവായിരിക്കും ഇനി നീ ആവേണ്ടത്. അവൾക്കൊപ്പമാണ് ഞാൻ നിൽക്കുന്നത്, നിനക്കൊപ്പം നിൽക്കില്ല എന്ന് പറയണ്ട. ഇത് കേൾക്കുന്ന രഘു, അമ്മാവ എന്നാലും അങ്ങനെ മതി, മക്കൾക്ക് വേണ്ടി ജീവിച്ചു മടുത്തു, എല്ലാം കൊണ്ട് മടുത്തു. ഇനിയുള്ള ജീവിതം മഞ്ചാടിയെ ഒന്ന് കരപ്പറ്റിച്ചതിന് ശേഷം എനിക്കെൻ്റെ ജീവിതം അതോടുകൂടി കഴിയും, അതോടുകൂടി പിന്നെ ഞാനില്ല എന്നൊക്കെ പറയുമ്പോൾ വല്ലാതെ അങ്ങ് തകർന്നു വിട്ടോ രഘു. അങ്ങനെ മാഷ് രഘുവിനോട് ആ ഉപദേശം പറഞ്ഞിരിക്കുകയാണ്. പിന്നീടാണെങ്കിലോ ഇങ്ങനെ സുശീലയാണ് കാണിക്കുന്നത്. സുശീല അമ്പലത്തിലോട്ട് പോയിരിക്കുകയാണ്. അവിടെ വെച്ച് ഭാനുമയെ കാണാണ്. ഭാനുമയെ കണ്ടുടൻ തന്നെ സുശീല കലിപ്പിലാണ്. അല്ല, നിങ്ങളിവിടെ ഉണ്ടായിരുന്നോ? രാവിലെ തന്നെ അമ്പലത്തിൽ വന്നോ? നിങ്ങളുടെ തോഴിയില്ലേ? അതാരാ തോഴി? അല്ല, നിങ്ങളുടെ കൂടെ വേറൊന്നും കൂടി ഉണ്ടാവില്ല, മനസ്സിലാവാത്തത് പോലെ പറയുന്ന. അത് കേട്ടോടെ തന്നെ സുശീല ഇനി എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്, പിന്നെ ഞാൻ എന്ത് പറയണമെന്നാ പറയുന്നത്? അത് കേട്ടോടെ തന്നെ ഭാനുമ്മ പറയാണ്, സുശീലെ നീ മറ്റുള്ളവരോടുള്ള കളിപ്പ് ഞങ്ങളോട് തീർക്കേണ്ട എന്ന് പറയുന്നിട്ടോ. ഇത് കേട്ട ഞാനല്ലല്ലോ തീർത്തത്, നിങ്ങളല്ലേ, നിങ്ങളും അവളും കൂടിയല്ലേ എൻ്റെ ജീവിതം തകർത്തത്. ആര്? അനുപമയോ? അതെ, അനുപമയുടെ ജീവിതം നീയല്ല തകർത്തത് സുശീലെ, നീ എന്താ അത് മറക്കാത്തത്? അനുപമയുടെ ജീവിതം ഞങ്ങളല്ല തകർത്തത്, ഈ പറയുന്ന നീ തന്നെ എന്നിങ്ങനെ വീണ്ടും ഭാനുമ്മ പറയാണ്. എങ്ങനെ തകർത്തു, എന്ത് തകർത്തു എന്നൊക്കെ ചോദിക്കുമ്പോൾ പറയണം, അതേ ഹർഷയും കുഞ്ഞും തമ്മിലുള്ള ആ ബന്ധം, അത് തന്നെയാണ് നിങ്ങളുടെ ജീവിതം തകർക്കാൻ. ഞങ്ങൾ ഒരു വയ്യാത്ത ഒരു ഭാഗം തകർന്നൊരു പെണ്ണിനെ സഹായിച്ച ഇത്ര വലിയ കുറ്റമാണോ എന്ന് ചോദിക്കുമ്പോൾ, സുശീലെ നീ വെറുതെ ഈ അമ്പലമടയിൽ നിന്ന് എങ്ങനെയൊന്നും സംസാരിക്കാൻ നിൽക്കണ്ട, എല്ലാം നിനക്കറിയാം, പിന്നെ എന്തിനാ സുശീലെ നീ വെറുതെ സംസാരിക്കുന്നത്? ഇത് കേട്ട ഉടനെ തന്നെ എന്തായാലും അവളും ഒക്കെ അനുഭവിക്കും. എൻ്റെ മകനെ ആ കട തരാന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ രാജ്ഞി ഇതൊക്കെ പറഞ്ഞത് വെറുതെ ഒന്നും ആവില്ല, അവിടെ വീട്ടിൽ ആരെങ്കിലൊക്കെ ഉണ്ടാവും എന്ന അസഭ്യ വാക്കുകളൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. ഇതൊക്കെ കേൾക്കുന്ന ഭാനുമക്ക് ദേഷ്യം പിടിക്കുകയാണ്. എന്നാൽ ഈ സമയം ഇപ്പുറത്ത് അമ്പിളി നേരം വെളുക്കുമ്പോൾ എണീറ്റ് വന്നിരിക്കുകയാണ്. അങ്ങനെ അമ്പിളി അടുക്കളയിലോട്ട് വരുമ്പോൾ അവിടെ സരോജിനിയെ കാണാണ്. ഇതെല്ലാം ആൻറ്റി ഇത്ര നേരത്തെ വന്നിരിക്കുന്നത്? ആൻറ്റി ഇനി എന്നുള്ളത് പറയാം, ആൻറ്റി പഴയതുപോലെ ഇനി വരുമൊന്നും വേണ്ട, കാരണം ആൻറ്റിക്ക് എന്തെങ്കിലുമൊക്കെ തരണം എന്നുണ്ടെങ്കിൽ കയ്യിൽ വരുമാനം വേണമല്ലോ. ഇനി ഞങ്ങൾ സ്വന്തമായി ജീവിക്കണം എന്നുള്ള തീരുമാനത്തിലാണ്, ഉള്ളത് വെച്ച് ജീവിക്കാനുള്ള തീരുമാനത്തിലാണ്. അത് കേട്ട ഉടനെ
ഉടൻ തന്നെ സരോജിനി പറയണേ, ഞാൻ മാഷ് വിളിച്ചിട്ട് വന്നതാണ്. അച്ഛൻ വിളിച്ചിട്ട് വന്നോ? അതെ, അച്ഛന് ഭക്ഷണം എന്തെങ്കിലും ഉണ്ടാക്കി വെക്കാൻ എന്നോട് പറഞ്ഞിരിക്കുന്നു. ഈ പറയുന്ന ഉച്ചക്കും രാവിലെയും ഒക്കെ എന്ന് പറയുമ്പോൾ, ആഹാ, അപ്പൊ ഇവിടെ രണ്ടടുക്കളയാക്കാനാണല്ലേ അച്ഛൻ തീരുമാനിച്ചിരിക്കുന്നത്. ഞാനിവിടെ അച്ഛനും എനിക്കും മക്കളും കൂടി ഒരുമിച്ച് ജീവിക്കണം എന്നാ ഞാൻ കരുതിയത്. ഞാനുള്ളടത്ത് അച്ഛൻ ഉണ്ടാവണമെന്നൊക്കെ ഞാൻ ആഗ്രഹിച്ചു. പക്ഷെ അച്ഛൻ ഇങ്ങനെയൊക്കെ എന്നെ തോൽപ്പിക്കാൻ ശ്രമിക്കുകയാണല്ലേ. അത് കേട്ട ഉടനെ തന്നെ സരോജിനി പറയുന്നു, മോളെ, നീ സംസാരിക്കുന്ന രീതി അച്ഛന് മനസ്സിലാവുന്നുണ്ടാവില്ല. അതുകൊണ്ട് നീ തന്നെ നിന്റെ അച്ഛനോട് ചെന്ന് പറയും. വേണ്ട, ഞാനൊന്നും പറയുന്നില്ല, നിങ്ങൾ അടുക്കളയിൽ കയറിക്കോളൂ, നിങ്ങൾ അച്ഛന് വേണ്ടത് ഉണ്ടാക്കി കൊടുത്തോളൂ. എൻ്റെ അനിയത്തിമാരും എൻ്റെ അച്ഛനൊക്കെ ഇപ്പം എന്നെ തോൽപ്പിക്കാൻ നടക്കട്ടെ, കുഴപ്പമില്ല. ഈ അമ്പിളി ഗ്യാസ് സ്റ്റവ് മേടിക്കുന്നത് വരെ ഈ പഞ്ചരത്നത്തിൽ രണ്ടടുക്കളയാവില്ല, അത് കഴിഞ്ഞ് രണ്ടടുക്കളയാവും എന്ന് പറയാൻ കേട്ടോ. ഇത് കേൾക്കുന്നതിനോട് കൂടി സരോജിനിക്ക് ഭയങ്കര വിഷമമാണ്. സരോജിനി ചിന്തിക്കുന്നുണ്ട്, ഈശ്വര, എന്താണ് ഇവിടെ നടക്കുന്നത്? ഈ വീട്ടിൽ എത്ര സന്തോഷത്തോടു കൂടി കഴിഞ്ഞിരുന്ന ഈ വീട് ഇപ്പം നശിച്ചില്ല, എന്തൊരു വിധിയാണിത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. മാഷിന്റെ വീട് ഇങ്ങനെയൊക്കെ ആയില്ലേ എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. പിന്നീടാണെങ്കിലോ സുശീലയാണ് കാണിക്കുന്നത്. സുശീല നേരെ രാമനാഥന്റെ വീട്ടിലോട്ട് പോയിരിക്കുകയാണ്. രാമനാഥന്റെ വീട്ടിൽ ധനൻ എവിടെ നിന്ന് ചോദിക്കുകയാണ്. അപ്പൊ ധനജൻ പുറത്തോട്ട് വരുന്നത് അവിടെ വാസന്തിയും വരുന്നുണ്ട് കേട്ടോ. എന്താന്ന് ചോദിക്കുമ്പോൾ, അതെ, നിങ്ങളുടെ മരുമകൻ കാരണം ഈ വീട്ടിൽ എൻ്റെ വീട്ടിൽ പല പ്രശ്നങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. ദേ, ആയിത്തന്നെ വിളിച്ചു പറഞ്ഞാൽ തള്ളേ, ഞങ്ങൾ എന്താ ചെയ്യാന്ന് അറിയില്ല എന്ന് വാസന്തി പറയുമ്പോൾ, സൂക്ഷിച്ചു കൊണ്ട് സംസാരിച്ചൊന്ന് സുശീലയും പറയാൻ കേട്ടാ. അത് കേട്ട ഉടൻ തന്നെ വാസന്തി പറയണേ, നിങ്ങൾ എന്തിനാ എൻ്റെ ഭർത്താവിനെ എൻ്റെ വീട്ടിൽ വന്ന് കുറ്റം പറയുന്ന? അതിനുള്ള അവകാശം നിങ്ങൾക്ക് ആരാ തന്നത് എന്നൊക്കെ ചോദിച്ചു ഉടനെ, നിന്റെ ഭർത്താവ് കാരണം ഞങ്ങൾക്ക് ഒരുപാട് നഷ്ടങ്ങളാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. എന്ത് നഷ്ടം എന്ന് രാമനാഥൻ ചോദിക്കേണ്ട. അത് കേട്ട ഉള്ളതും ഇല്ലാത്തതും കൂടിയിട്ട് അനുപമയുടെ ചെവിയിൽ ഓതി കൊടുത്തിട്ട് ഇപ്പൊ അനുപമ 25 ലക്ഷം തരാമെന്ന് പറഞ്ഞത് അതില്ലാതായത് ഇവൻ കാരണമല്ലേ, അതിലെന്താ സംശയം എന്നിങ്ങനെ പറയുന്നു കേട്ടോ. ദേ, ഞാൻ പറഞ്ഞു, ഒരാളെ സഹായിക്കുന്നത് എത്ര വലിയ തെറ്റാണ് എന്നൊക്കെ പറഞ്ഞ് സുശീല സംസാരിക്കുമ്പോൾ അവിടെ രാമനാഥന് ദേഷ്യം പിടിക്കുന്നത്. ഇത് എൻ്റെ വീടാണ് സുശീല, അതുകൊണ്ട് നീ അധികം ഇവിടെ നിന്ന് പുലമ്പാൻ നിൽക്കണ്ട, അതുകൊണ്ട് മര്യാദക്ക് ഇറങ്ങിപ്പോയിക്കോ, അതല്ലെങ്കിൽ എൻ്റെ സ്വഭാവം നിനക്ക് അറിയാമെന്ന് പറയുമ്പോൾ സുശീലയുടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു കേട്ടോ. ഈ സമയമാണ് അങ്ങോട്ടേക്ക് ഇങ്ങനെ അനിതയും ദയയും കൂടി അമ്പലത്തിൽ നിന്ന് വരുന്നത്. അപ്പൊ ദയാണെങ്കിൽ, പക്ഷെ ഈ സ്ത്രീയെ കണ്ടല്ലോ എന്ന ഭാവത്തിൽ നിൽക്കുമ്പോൾ ഉടൻ തന്നെ സുശീല, നിന്റെ നാക്ക് കൊണ്ട് നീ അനുപമയെ ഇളക്കി വിട്ടേ, എനിക്ക് നഷ്ടമായി, ഞാനുള്ളതല്ലേ പറഞ്ഞു കൊടുത്തത്, എന്തുള്ളത് എന്ന് ചോദിക്കുമ്പോൾ, അതെ, ഉള്ളത് പറഞ്ഞു കൊടുത്തു. എന്റെ ചേച്ചിക്ക് നല്ലൊരു തീരുമാനം എടുക്കാൻ കഴിഞ്ഞു, അത് എന്റെ ചേച്ചിയുടെ മെടുക്ക് എന്ന് പറയുമ്പോൾ, നിന്നെ ഞാനുണ്ടല്ലോ. അപ്പോഴേക്കും രാമനാഥൻ പറയാം, സുശീല, നിന്നെ ഞാൻ ആട്ടി ഇറക്കിയിട്ടുള്ളൂ, ഇനി ചവിട്ടിക്കുട്ടി മുറ്റത്തോട്ട് ഇടങ്ങി നീ പൊയ്ക്കോ. ഓ ഞാൻ പൊയ്ക്കോളാം, നിങ്ങള് ഇപ്പൊ കിടന്ന് കാട്ടിക്കുട്ടിക്കോ, ഈ സുശീല ആരാണെന്ന് അറിയാം, നിങ്ങള് നശിച്ച് നാരായണക്കല്ല് എടുക്കത്തേ ഉള്ളൂ, ഇനി നിങ്ങൾക്കൊരു ജീവിതമുണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ് പഴയതുപോലെ സുശീലയുടെ ആ പ്രാക്കൊക്കെ തുടങ്ങിയിട്ടോ. അത് തന്റെ തലയിൽ തന്നെയാണ് വന്നു വീഴുന്നതെന്ന് സുശീലക്ക് അറിയില്ല. പിന്നീട് ഇവിടെ ഇന്ദ്രനും സത്യനും ഷ്യാമും സോനയ്ക്കും കൂടി 25 ലക്ഷം എങ്ങനെ ഉണ്ടാക്കാന്ന് പറയണം. അപ്പൊ അതിന് 16 ലക്ഷം അവർ എത്തിപ്പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഷ്യാമു പറയണേ, ട്രാവൽസിൽ 5 ലക്ഷം രൂപ മാറ്റി വെച്ചിട്ടുണ്ട്, അതെടുക്കാന്ന് പറയണേ. അപ്പൊ ഇന്ദ്രൻ പറയണ, അത് പറ്റത്തില്ലല്ലോ, കാരണം വണ്ടിക്ക് മെയിൻ്റെനൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടല്ലേ എന്ന് ചോദിക്കുമ്പോൾ സത്യം പറയാതെ കുഴപ്പമില്ല, ഇപ്പോഴത്തെ കാര്യത്തെ അടക്കട്ടെ എന്ന് പറയണം. അപ്പൊ സോന പറയണേ, ഞാൻ കുറച്ച് സ്വർണം തരാം, പക്ഷെ അതിനുകൊണ്ട് ബാക്കി 6 ലക്ഷം കിട്ടത്തുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയണ്ട. അപ്പോഴാണ് ചായയുമായി ഇങ്ങനെ പ്രതിഭ കയറി വരുന്ന കേട്ടോ. ആ പ്രതിഭയെ കണ്ട സത്യം പറഞ്ഞ, ആഹാ, 6 ലക്ഷം ഉണ്ടാക്കാനുള്ള പണൊക്കെ ഇവിടെ ഉണ്ടല്ലോ, ഇതാ ഇവളുടെ കയ്യിൽ 50 പവനാണുള്ളത്, ആ 50 പവൻ വെച്ച് ഇഷ്ടം പോലെ പണം ഉണ്ടാക്കാം, അതുകൊണ്ട് തന്നെ പേടിക്കാനില്ല. അപ്പൊ 25 ലക്ഷത്തിന്റെ കാര്യത്തിൽ തീരുമാനമായി എന്നിങ്ങനെ പറയുമ്പോൾ കാലിത്തുള്ളി ഗേറ്റ് കടന്നു വരുന്ന സുശീലയെ കാണിച്ചാണ് എപ്പിസോഡ് നിർത്തിയിരിക്കുന്നത് കേട്ടോ.